ഹലോ, ഹലോ, ഹായ്, ഹായ്. അപ്പം ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം മൈക്ക് എനിക്കിപ്പോൾ വന്ന് ഡെലിവർ ആയുള്ളൂ. ഇത് ആമസോണിൽ നിന്ന് 600 രൂപ കൊടുത്ത് വാങ്ങിച്ചൊരു മൈക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഈ കീബോർഡിൽ കണക്ട് ചെയ്ത് റഫായിട്ട് ഞാൻ പണ്ട് പാട്ടൊക്കെ പാടുമായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ വലുതാവും ഗായികയാവുമെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നീടായപ്പോൾ എനിക്ക് ഈ പാട്ട് പഠിച്ചവരുടെ മുമ്പിൽ എനിക്ക് പാടാനായിട്ട് കോൺഫിഡൻസ് കുറയാൻ തുടങ്ങി. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് കുറവ്. പാട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളൊരു അപകർഷതാബോധം അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനത് നിർത്തി. കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പിന്നെ തൈറോയ്ഡൊക്കെ വന്നപ്പോൾ സൗണ്ടിനും ബ്രീത്തിനും എല്ലാത്തിനും ഇഷ്യൂ വന്നതോടെ അത് ഫുൾ സ്റ്റോപ്പ് ഇട്ട്. അപ്പോൾ ഇപ്പോൾ വീണ്ടും പപ്പയും അമ്മയും ചേച്ചിയും പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അത് പൊടിയായിട്ട് എടുക്കണം, അത് കളയരുതെന്ന് പറഞ്ഞപ്പോൾ സ്വന്തമായിട്ട് അതിനൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് മൈക്കൊക്കെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. കീബോർഡും ഗിറ്റാർ, റിതം പാഡ് ഇതൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ വായിക്കും. അപ്പോൾ അങ്ങനെ കീബോർഡും ഗിറ്റാറും ഉണ്ട്. റിതം പാഡ് പിന്നെ വാങ്ങിക്കണം എന്നൊരു മൈൻഡ് തോന്നിയിട്ടില്ല. അതൊരിക്കലും കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചത്. സെൻറ് ആൻഡ്രീസിൽ വെച്ച് 10th ഓർക്കസ്ട്രയുടെ കോമ്പറ്റീഷൻ പോയപ്പോൾ റിതം പാഡ് ഞാനാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആ ഒരു ഇത് മാത്രമേ അറിയുള്ളൂ, അല്ലാണ്ട് വേറെ അറിയില്ല. എന്നാൽ പിന്നെ കലയായിട്ട് സംഗീതമായിട്ടൊക്കെ ജീവിതം കുറച്ചുകൂടി ഒന്ന് ഒരു ബന്ധം പുതുക്കാൻ നേർത്ത് അങ്ങനെ വാങ്ങിയതാണിത്. അതുകൊണ്ടാണ് ഏറ്റവും വില കുറഞ്ഞ ഒരു സംഭവം വാങ്ങിച്ചിട്ട്. കീബോർഡിന് അത്യാവശ്യം റേറ്റ് ആയിരുന്നു. യമഹയുടെ 20,000 സംതിങ് ആയിരുന്നു. ഇതിന് 600 രൂപ. ഓക്കെ, ഇത് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൽ സംസാരിക്കാം. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് ഞാൻ ഇടയ്ക്ക് പാട്ടൊക്കെ പാടിത്തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ഒന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ടത്. ഞാൻ ലൈറ്റ് വാങ്ങി റേഡിയേഴ്സിൽ നിന്നൊരു 3200 എന്തോ കൊടുത്ത് ഞാനൊരു ലൈറ്റും സ്റ്റാൻഡും വാങ്ങി. പിന്നെ ക്യാമറയുടെ ഒരു സ്റ്റാൻഡ് വാങ്ങി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സീരീസ് ലൈറ്റുകളും കുറച്ച് സ്റ്റിക്കേഴ്സും വാളിൻ്റെ കുറച്ച് അങ്ങനത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂം കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒരു റൂം ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇടാം കേട്ടോ. നമ്മുടെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ് ഈ ആക്ടിങ് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും എനിക്ക് സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. അമ്മച്ചു പറയും കുഞ്ഞിലൊന്നും ഒരു വാശിയില്ലായിരുന്നു. കിടന്ന് കരയണ സമയത്താണെങ്കിൽ പോലും TV വെച്ച് കൊടുത്തതിന് അതുമ്പോൾ നോക്കി കരച്ചിൽ മാറ്റിക്കോളൂ എന്നാണ് പറഞ്ഞു. CAD മൂസയും അല്ല മറ്റേ ഗ്രാമഫോണൊക്കെ ആയിരുന്നു എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതായത് ഒരു 3-4 വയസ്സൊക്കെ ഈ സംസാരിക്കണ ആ ഒരു ഇതായപ്പോൾ ആ സിനിമ കണ്ടിന്യൂസ് കംപ്ലീറ്റ് 2.5 മണിക്കൂർ കാണാപ്പാടം പറയുമെന്നൊക്കെ അമ്മച്ചി പറഞ്ഞു ഈ അംഗൻവാടിയിലേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത്. അപ്പോൾ പക്ഷെ എന്നാൽ അഭിനയമൊക്കെ പിന്നീട് വന്നത്, അതിനെപ്പറ്റിയൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മുടെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നില്ല, പലർക്കും അറിയായിരിക്കും. ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും മാത്രമാണ് ഇത് ഉണ്ടായിരുന്നത്. ഇൻസ്റ്റയിൽ നിന്ന് നമുക്ക് 0 ആണ് ഇൻകം. അതായത് സത്യം പറഞ്ഞാൽ 2.5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് ഇൻസ്റ്റാ വരുമാനം 0 എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. പക്ഷെ എൻ്റെ വരുമാനം അതായിരുന്നു. കാരണം എനിക്ക് പ്രൊമോഷൻസ് ഇൻസ്റ്റയിൽ ചെയ്യുന്നത് ഇഷ്ടമായിരുന്നില്ല. കാരണം എത്ര വന്നാലും നമ്മുടെ പ്രൊമോഷൻസ് നമ്മുടെ അക്കൗണ്ടിനെ ബാധിക്കും. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം മാത്രം അത്ര പ്യുവറായിട്ടാണ് കൊണ്ടുപോയി. കാരണം എനിക്ക് എല്ലാ വീഡിയോസിനും നല്ല റീച്ച് ഉള്ളതുകൊണ്ട് ആ റീച്ചിനെ അഫക്റ്റ് ചെയ്തെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രൊമോഷൻ എടുത്തിട്ടുമില്ല. എൻ്റെ അടുത്ത് വരുന്ന പ്രൊമോഷൻ, ഡ്രസ്സിൻ്റെയൊക്കെ പ്രൊമോഷൻ വരുമ്പോൾ ഞാൻ പൈസ ചോദിച്ച് മേടിക്കാനുള്ള കഴിവില്ലാത്തവർ ആ പണിക്ക് നിൽക്കരുത്. കാരണം അത് നമുക്കൊരു വർക്കാണ്. മീൻസ് എല്ലാവരും ജീവിക്കുന്നത് വരുമാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ക്രിയേറ്റേഴ്സിൻ്റെ വരുമാനം എന്ന് പറയുന്നത് പ്രൊമോഷനിൽ നിന്ന് കിട്ടുന്നത് അവരുടെ വീഡിയോയിൽ നിന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വീഡിയോയിൽ നിന്ന് എനിക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരാരും എനിക്കറിയില്ല. എന്നാലും അധികം ആർക്കും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആകെ കിട്ടുന്നത് പ്രൊമോഷനാണ്. ഇപ്പം പ്രൊമോഷനൊന്നും ഇല്ലാണ്ടും പ്യുവറായിട്ട് കൊണ്ടു നടന്നിട്ടും എൻ്റെ അക്കൗണ്ട് ഒരു കാരണവുമില്ലാണ്ട് സസ്പെൻഡായിട്ട് ഇപ്പോൾ 3.5 മാസം കഴിഞ്ഞു. അപ്പോൾ പോകാനുള്ളത് പോവും, വരാനുള്ളത് വരും, അതത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളും കഴിവുകളും കാണിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇട്ടേച്ചത്. പിന്നെ പപ്പയുടെ ഹെയറിൻ്റെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പപ്പയുടെ ഹെയറിൻ്റെയാണ് നമുക്ക് ആകെ കിട്ടിയൊരു പ്രൊമോഷനായിട്ടല്ല നമ്മൾ പോയത്. ചേച്ചിയുടെ കല്യാണം അനുബന്ധിച്ച് പപ്പയ്ക്ക് നമ്മൾ മുടി വെച്ച് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ കണ്ട് തിരിച്ചറിഞ്ഞ് അന്ന് ഇങ്ങനെ വീഡിയോ ഇട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഞാൻ പൈസ ഒന്നും പറഞ്ഞില്ല. മുടിയാണ് നമുക്ക് അത് തന്നെ വലിയ. എനിക്കാണെങ്കിൽ പ്രൊമോഷൻസ് അല്ലെങ്കിൽ കൊളാബൊക്കെ അങ്ങോട്ട് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. അവർ ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രമേ ഞാൻ ഓക്കെ പോലും പറയും. അപ്പോൾ അതിൽ ഡോക്ടർ സേവ്യർ സാറ് പറഞ്ഞു ഇല്ല നമുക്ക് വെച്ച് തരാം എന്ന് പറഞ്ഞ് വെച്ച് വീഡിയോ നല്ല റീച്ചായപ്പോൾ സാറ് വന്നിട്ട് എനിക്കത് പറയണതിന് ഒരു മടിയില്ല. കാര്യം സാറ് തന്ന 1,00,000 രൂപ കൊണ്ടുവന്ന് പ്രൊമോഷൻ തന്നു. അന്ന് എനിക്ക് മീൻസ് ആദ്യമായിട്ടാണ്. എന്നിട്ട് ആൾ നമുക്ക് കുറേ അഡ്വൈസും തന്നു. നിങ്ങളിങ്ങനെ ഒരിക്കലും ആവരുത്, ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർ മാക്സിമം യൂസ് ചെയ്യും. ഇത്രയും ഇതായിട്ട് ഇങ്ങനെ മേടിക്കാണ്ട്, നിങ്ങൾക്ക് ബിസിനസ് അറിയില്ല, അതറിയില്ല, ഇതൊക്കെ എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല, വെറുതെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ അതിനെന്താ വാല്യൂ ഉള്ളതെന്നൊക്കെ പറഞ്ഞ് സാറ് കുറേ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ മൈജിയുടെ ഒരു പ്രൊമോഷൻ എനിക്ക് കിട്ടിയേക്കണം. അത് ഫോണാണ് നമുക്ക് തന്നത്, സാംസങ് S24 Ultra. പകരം നമ്മൾ മൈജിയുടെ പ്രൊമോഷൻ ഇട്ട് കൊടുത്തത് അത് 1 മാസം ഇട്ടാൽ മതി എന്ന് അങ്ങനെ എന്തോ ഒരു കണ്ടീഷൻ അവർ വെച്ചിട്ടുണ്ടായി. അത് പിന്നെ അത് അങ്ങനെ. അപ്പോൾ ഈ ഒരു 1-2 പിന്നെ നമുക്ക് ഹെർഡേഡ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു
ഒരു ഉടുപ്പെടുക്കാൻ വേണ്ടി ഞാൻ പോണൊരു സ്ഥലമായിരുന്നു പേഴ്സണലി. അത്ര ഇഷ്ടം. അതിപ്പോൾ അവർ പ്രൊമോഷന് വിളിച്ചില്ലെങ്കിലും ഞാൻ അവിടെ പൈസ കൊടുത്ത് 10,000 രൂപ കൊടുത്ത് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വരുന്ന ആളാണ്. കാര്യം അത് അമ്മച്ചിക്കും ചേച്ചിക്കും എല്ലാവർക്കും കൊടുക്കുമ്പോഴാണ് അത്ര പൈസ വേണത്. അത്രയും നല്ല ഇതാണ്. അപ്പോൾ അവരും പിന്നെ പ്രൊമോഷൻ ഒരു വട്ടം ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, 2 വട്ടം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ള സംഭവം. ബാക്കിയൊന്നുമില്ല. ഇവിടെ പപ്പ എപ്പോഴും പറയും ഇങ്ങനെ ഫേസ്ബുക്ക് തുടങ്ങി അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങി, അതാകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രൊമോഷന് വേണ്ടി ചോദിക്കാൻ വേണ്ട, ആ വീഡിയോയിൽ നിന്നൊരു ഇൻകം കിട്ടുമല്ലോ. പക്ഷെ എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് എന്തായാലും ഫേസ്ബുക്ക് ഞാനില്ല, അതിൽ ഭയങ്കര നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇടാണ്ട് തന്നെ നെഗറ്റീവ് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനില്ല ഫേസ്ബുക്കിലെന്ന് പറഞ്ഞ് കോലൊടിച്ചിട്ടേക്കണായിരുന്നു. ഇൻസ്റ്റാഗ്രാം പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എപ്പോൾ വേണേൽ നഷ്ടപ്പെടാം. നമ്മളിതിങ്ങനെ ഭയങ്കര പ്യുവറായിട്ട് കൊണ്ടുനടന്നിട്ട് യാതൊരു കാര്യമില്ല. ജീവിക്കാൻ പൈസ തന്നെ വേണം. ഇപ്പം ഇൻസ്റ്റയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അത് എനിക്ക് മാത്രമാണ് നഷ്ടം. ഇൻസ്റ്റ പിന്നെയും തുടരും. ഇപ്പം എത്ര വലിയ കലാകാരന്മാർ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചായാലും നമ്മുടെ ഈ ഭൂമിയും ലോകവും ആൾക്കാരായിട്ട് ഇങ്ങനെ മുന്നോട്ടേ പോകും. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗുണം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയാണെന്ന് എനിക്ക് ബോധ്യം വന്നത് എൻ്റെ ഇൻസ്റ്റ പോയപ്പോഴാണ്. അപ്പം ഞാൻ ഓർത്ത് നോക്കി ഇനി ഫേസ്ബുക്ക് തുടങ്ങാൻ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വന്നത് വരട്ടെ. കാര്യം എനിക്കും ജീവിക്കാനായിട്ട് നമുക്ക് വരുമാനം വേണം. ഇപ്പോൾ ഇതാണ് എൻ്റെ ജോലി. ഞാൻ പ്രൊഫഷൻ വൈസ് അഡ്വക്കേറ്റ് ആണെങ്കിലും ഞാൻ അതിലല്ല നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിങ് ഫീൽഡ്, കണ്ടന്റ് ക്രിയേഷൻ, അതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി. അങ്ങനെ അതിലേക്ക് നമ്മൾ വന്നു. ഇപ്പോൾ ഫേസ്ബുക്ക് തുടങ്ങി 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അക്കൗണ്ട് മോണിറ്റൈസ്ഡ് ആയത്. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് പേയ്മെൻറ്റ് വന്നത്. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് എടുക്കാൻ പോവുകയാണ് ഞാൻ. 19,500 രൂപ. അതാണ് എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ആദ്യമായിട്ട് ഇപ്പോൾ കിട്ടുന്ന ഒരു പേയ്മെൻറ്റ്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, സ്നേഹം ഇല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല. അപ്പം നിങ്ങളോട് ഞാൻ പറയാണ്, കാര്യം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ജോലി തേടി പഠിച്ച ജോലിയും കിട്ടാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി നടക്കണവർക്ക് ദൈവം തന്നൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ പറ്റുന്ന എല്ലാവരും, നിങ്ങൾക്ക് എന്ത് കഴിവായിക്കോട്ടെ, അത് കുക്കിംഗ് ആയിക്കോട്ടെ, വർത്താനം പറയലായിക്കോട്ടെ, മോട്ടിവേഷൻ ക്ലാസ്സോ, ഡാൻസോ, പാട്ടോ, അഭിനയോ, ആക്ടിങ്ങോ, കഥ എഴുത്തോ, അതെന്താണെങ്കിലും ഇനിയിപ്പോൾ പഠിപ്പിക്കാനായിട്ടുള്ളതാണെങ്കിലും മാക്സിമം നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് കിട്ടും. അതിൽ നിന്ന് തന്നെ കുറേ അവസരങ്ങൾ കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്ത് നമുക്ക് പ്രൊമോഷൻസ് വരാൻ തുടങ്ങും. അതിൽ നിന്നൊരു വരുമാനം കിട്ടും. നമ്മുടെ വീഡിയോസിൽ നിന്ന് വരുമാനം കിട്ടും. അങ്ങനെ വീഡിയോസിൽ നിന്ന് വരുമാനം ഫോക്കസ് ചെയ്യണം. ഒരു മെയിനായിട്ട് ഫേസ്ബുക്കും അതേപോലെ തന്നെ യൂട്യൂബും ഫോക്കസ് ചെയ്യണം. കാരണം ഇൻസ്റ്റ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് നമുക്ക് വീഡിയോ ഇട്ടുകൊണ്ട് ഒരു പൈസ അങ്ങനെ ഇല്ല. അപ്പോൾ ഫസ്റ്റ് വരുമാനം 19,500 കിട്ടിയേക്കാണ്. അങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാനൊരു വർക്ക് സ്പേസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് ഓർത്തു. കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ പോകണം നമ്മുടെ വീട്ടിലാണ്. അപ്പോൾ പപ്പയും അമ്മയാണെങ്കിലും പാവങ്ങൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഈ മൈക്ക് വെച്ചൊക്കെ സംസാരിക്കണോണ്ട് അവർക്ക് മിക്കപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കണം. പിന്നെ എപ്പോഴും ആൾക്കാർ, നമ്മുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആണല്ലോ വീടെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞാൽ എത്ര വീട്ടുകാരത് ഓക്കെ ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ പപ്പയും അമ്മച്ചിയും ചേച്ചിയൊക്കെ, പ്രത്യേകിച്ച് ചേച്ചിയും, കാര്യം ആളുടെയും ഒന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് ഇത്തിരി ഇരുന്ന് സംസാരിക്കാന്ന് ഓർക്കുമ്പോൾ ഷൂട്ടായിരിക്കും. ചേട്ടനും കുറേ കഷ്ടപ്പെടുന്നു. എപ്പോൾ നോക്കുമ്പോഴും ഇവിടെ ആൾക്കാരായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക്, അവർ ഇതുവരെ ഒന്നും പറഞ്ഞില്ല, അവർ എന്തിനും ഓക്കെ ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ദൈവം എനിക്ക് തന്നേക്കണേ, വന്ന ചേട്ടനടക്കം. പക്ഷെ നമ്മളൊരു മര്യാദ കാണിക്കണമല്ലോ. അപ്പം ഞാനൊരു സ്പേസ് റെൻറ്റിന് എടുത്തിട്ട് അതൊന്ന് എൻ്റേതായ രീതിയിൽ സെറ്റാക്കി എടുക്കാനുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ ആ സ്പേസ് ഞാൻ ഇവിടെ കാണിച്ചേക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ മുമ്പത്തെ അവസ്ഥ. അപ്പം ഇനി നമ്മൾ ഇതൊന്ന് സെറ്റാക്കി അതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അതെങ്ങനെയാവുന്നും കൂടി ഒന്ന് കാണിച്ചു തരാവേ. അങ്ങനെ അപ്പം ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ പുതിയൊരു കാര്യം ജീവിതത്തിലേക്ക് വന്നേക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ ഈ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ, ഇത് ഒരുപാട് വട്ടം ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതാണ്. നമുക്കൊരു വരുമാനം കിട്ടുന്ന മെയിൻ സംഭവമാണ് ഈ പ്രൊമോഷൻ വർക്ക് എന്ന് വെച്ചാൽ. ഇന്നത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും ഭയങ്കര ബുദ്ധിയാണ്. അപ്പം നമുക്കറിയാം നമ്മൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഇത് പ്രൊമോഷൻ ഭാഗമായിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന്. പക്ഷേ ആ പ്രൊമോഷനിൽ നമ്മൾ കാണിക്കുന്ന പ്രൊഡക്റ്റ് അത് നമ്മൾ ഉപയോഗിച്ചിട്ടാണോ അല്ലയോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം. ഇപ്പം ശരിക്കും പൈസ കിട്ടാനാണെങ്കിൽ ശരിക്കും 1 മില്യൺ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷമാണ് ഞാൻ ഈ പ്രൊമോഷൻ എടുക്കുന്നത്. അത് സീരിയലിൽ പോയതിന് ശേഷം അവിടെ നിന്ന് കിട്ടിയൊരു കോൺടാക്റ്റ് അത്. അപ്പോൾ അതിൽ നിന്ന് 10,000 രൂപ തന്ന സെയിം സമയത്ത് തന്നെ മറ്റേ ഗെയിമിങ്, ബെറ്റിംഗ് ആപ്പില്ലേ, അതിൻ്റെയൊക്കെ പ്രൊമോഷൻ ചെയ്യാനായിട്ട് 1 ലക്ഷം രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലർ പറയും സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് പൈസ ഉണ്ട്. അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ എനിക്ക് വല്ല ബെറ്റിംഗ് ആപ്പോ ഗെയിമിംഗ് ആപ്പോ
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊമോഷൻ ചെയ്താൽ മതി. കാര്യം ഇതിനൊക്കെ ഭയങ്കര നമ്മുടെ ഒരു കുഞ്ഞു പ്രൊഡക്റ്റിൻ്റെ പൈസേനിൽ ഇരട്ടിയാണ് ഇതൊക്കെ തന്നത്. പിന്നെ ആസ്ട്രോ ടോക്ക് അങ്ങനെയൊക്കെ, ഇതൊന്നും തെറ്റാന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാനിത് ഉപയോഗിക്കാത്ത ആളാണ്. പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട് ഇതേപോലെ പ്രൊമോഷൻ. പക്ഷെ ഞാൻ അവിടെ പഠിച്ചിട്ടില്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പം ഞാൻ പറയില്ല എനിക്ക് ഇതിനെപ്പറ്റി നിങ്ങളുടെ നല്ല അടിപൊളി സംഭവമായിരിക്കും, പക്ഷെ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അവിടെ വരാത്തതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. പിന്നെ ബ്രാൻഡ് തന്നെ നമുക്ക് അയച്ചിരുന്ന പല പ്രൊഡക്ട്സിലാണെങ്കിലും ചിലത് ഞാൻ ഒട്ടും യൂസ് ചെയ്യാത്തതായിരിക്കും. അപ്പം നമ്മളത് എൻ്റെ അഷി എന്ന് പറഞ്ഞ ഒരാളാണ് എൻ്റെ ബ്രാൻഡിൻ്റെ ഇത് ഏജൻറ്റായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ അവിടെ ആൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഞാൻ പറയും മോളെ എനിക്കിത് ഇങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും, ഞാനപ്പോൾ അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ ഒരു കുഴപ്പമില്ലടാന്ന് പറയും. അതുപോലെ ബ്രാൻഡിനോട് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യമാണ്, എനിക്ക് ഓക്കെ ആയിട്ട് ജെനുവിനാണെന്ന് തോന്നുന്ന പ്രൊഡക്ട്സേ ഞാൻ ചെയ്യുള്ളൂ, അല്ലാത്ത ഞാൻ റിട്ടേൺ ചെയ്തേക്കട്ടെ. ഇവരാണെങ്കിൽ ഇതിനെല്ലാത്തിനും ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും നാൾ കാണിച്ച പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് അത്രയും ഞാൻ പേഴ്സണൽ ലൈഫിൽ അത്ര ഉപയോഗിക്കണം. ഇപ്പം ചുണ്ടത്തിട്ടേക്കുന്നത് പോലെ NYBയുടെ സ്പൈസി റസ്റ്റ്, കണ്ണ് എഴുതിയേക്കുന്നത് NYB, ഇവിടെ ഒരു തിളക്കം കൊണ്ട് കൊടുത്തേക്കുന്നത് കുറച്ച് നമ്മുടെ ഫേസ് സ്കാൻഡേർഡ് സ്ട്രോപ്പ് ക്രീമും പിന്നെ കാജ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് വന്നൊരു ബ്രാൻഡാണ്, അതിൻ്റെ കുറച്ച് ഹൈലൈറ്ററും ഇട്ടേക്കണ മുഖം കഴിയത് ഡെർമാക്കോടെ ഫേസ് വാഷ് വെച്ച്. ഇതിക്കുള്ള എന്താ എനിക്ക് അറിഞ്ഞൂടെ. ചിലവർ പറയും ഇവരിതൊക്കെ ആഡിൽ കാണിച്ചിട്ട് ഇവർ വേറെ പ്രൊഡക്റ്റ് ആയിരിക്കും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് പോലും എനിക്കറിയില്ല. കാര്യം ഇവർ തന്നെ പ്രൊഡക്റ്റ് ഒക്കെ നല്ല പ്രൊഡക്ട്സ് ആണ്. അത് ഇപ്പോൾ ഈ NYBയുടെ സ്പൈസി റസ്റ്റ് ഒക്കെ ഞാൻ 3-4 വട്ടം പർപ്പിൾ സ്റ്റോറിൽ പോയി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ അത് മിക്കപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും. പലരും ഇതൊക്കെ മേടിക്കാൻ അവിടെ മെയിനായിട്ടാണ്. അപ്പോൾ ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഇതൊക്കെ വന്ന് വാങ്ങണത്. അപ്പം നിങ്ങൾ അങ്ങനെ വാങ്ങിയാൽ മതി. നമ്മൾ ഒരിക്കലും നിങ്ങൾ ഇത് വാങ്ങിയേ പറ്റൂ, ഇത് തന്നെ വാങ്ങണമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. എൻ്റെ എല്ലാ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇത് വേണം എന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇട്ടേക്കാമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ 1-2 സാധനം ക്രിയേറ്റേഴ്സ് പറയാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പിക്സിയുടെ ഒരു ഫൗണ്ടേഷൻ, അത് കുറേ പേര് നെഗറ്റീവാണ് പറഞ്ഞത്, പക്ഷേ എനിക്കത് വേണം എന്ന് തോന്നിയോണ്ട് ഞാനത് വാങ്ങിയായിരുന്നു. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ കാണിച്ചു തരാട്ടോ. പിന്നെ ഇവിടെ പുരുവ് എഴുതുന്ന ഒരു സാധനം, ഒരു മസ്കാര, ഇതൊക്കെ ഓരോ റിവ്യൂസ് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങണതാണ്. അപ്പോൾ നമ്മളൊരാളുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് വാങ്ങിയാൽ മതി. പിന്നെ മുടിയുടെ കാര്യമൊക്കെ ഞാൻ പ്രത്യേകം പറയും. തൈറോയിഡ്, ബ്ലഡിൽ എന്തെങ്കിലും ഇഷ്യൂ, PCOD ഒക്കെ ഉള്ളവർ അത് ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കാമെന്ന് ഞാൻ പറയാം. കാര്യം എനിക്ക് തൈറോയിഡ് ഉള്ള ഒരാളായിരുന്നു. ഞാനിപ്പോൾ എന്ത് പുറത്ത് പെറ്റി കൊടുത്താലും ഉള്ളിലേക്കുള്ള എൻ്റെ ആ മരുന്ന് കഴിക്കാണ്ട് എനിക്ക് ഒരിക്കലും ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ. പിന്നെ ചില പെർഫ്യൂംസ്, ബോഡി മിസ്റ്റൊക്കെ ഞാൻ കാണിക്കുമ്പോൾ പറയും തലവേദന ഉള്ളവർക്ക് കാർമസിയുടെ റോളോണാണ് കുറച്ചും കൂടി നല്ലത്. കാര്യം റോളോണിൻ്റെ സ്മെല്ല് ഒട്ടും തലയ്ക്ക് കുത്തൂല. പെർഫ്യൂംസും സ്പ്രേ ഒക്കെ എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ സ്പ്രേ ഒക്കെ വളരെ കുറവ് ഉപയോഗിക്കുന്ന ആളാണ്. എനിക്ക് മൈഗ്രെയിൻ ഭയങ്കര പീക്കായിട്ടുള്ള ഒരാളായതുകൊണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഫേസിൽ ഇടുമ്പോഴാണെങ്കിലും പറയും, ഇപ്പം എൻ്റെ ഫേസിൽ ഇടുന്നതിൻ്റെ പകുതി എമൗണ്ട് പോലും സ്ട്രോപ്പ് ക്രീമിന് വേണ്ട ചേച്ചിയുടെ ഫേസിൽ ഇടുമ്പോൾ. കാര്യം ചേച്ചിയുടെ ഫേസ് ഭയങ്കര ഗ്ലോ ആയിട്ടുള്ളത്, ഓൾറെഡി ജനറ്റിക്കലി ആളുടെ സ്കിന്നും ഫേസൊക്കെ ആ ടൈപ്പാണ്. അപ്പോൾ ചേച്ചിയുടെ ഇട്ട് കാണിക്കുന്ന അതേ റിസൾട്ട് എൻ്റെ ഫേസിൽ വരാൻ അതൊക്കെ നമുക്ക് മീൻസ് അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്ക് അതിനെപ്പറ്റി പിന്നെ ഈ പ്രൊമോഷൻ്റെ പൈസയുടെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം എൻ്റെ സീരീസിന് വേണ്ടി തന്നെ ഏകദേശം 90,000 ഐ മീൻ 85,000 ടു അത്രയും രൂപ വരെ ആയി. എനിക്ക് ആ സീരീസിൽ നിന്ന് കിട്ടിയേക്കുന്ന ലാഭം വളരെ കുറച്ച് പൈസയാണ്. എൻ്റെ ചെറിയ വീഡിയോ ആയതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല വ്യൂസ് അനുസരിച്ച് എങ്ങനെയാണ് ഈ പൈസ വരുന്നതെന്ന് അറിയില്ല. അത്രയും സീരീസിൽ നിന്ന് കിട്ടുന്ന പൈസ മാത്രം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നഷ്ടമാണ് വരുന്നത് ഈ സീരീസ് എടുത്തുകൊണ്ട്. പക്ഷെ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് ടാലി ആയെന്ന് മാത്രമല്ല കൂടുതൽ പൈസയും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ജോലി ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടി മാത്രം. ഇവിടെ ആരെയും പറ്റിച്ചിട്ടില്ല. ഒരു പൈസ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ എന്താ പറയുക പല പ്രൊമോഷൻ ചെയ്യേണ്ട പ്രൊഡക്ട്സും പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാണ്ട് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പ്രൊമോഷൻ ചെയ്തേക്കുന്നത്. അതൊക്കെ തന്നെയാണ് എൻ്റെ മുഖത്തും കാര്യത്തിലൊക്കെ ഇരിക്കും. പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തന്നേക്കുന്ന എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് തന്നിട്ടുള്ളതാണ്. ആ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുകളും ഞാൻ അപ്പം തന്നെ അതിൽ പറയാറുണ്ട്. തലവേദന ഉള്ളവർക്ക് ഇതൊരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഇന്നൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ബ്ലഡ് ഇതുപോയി ഒന്ന് ചെക്ക് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. ഇത് എപ്പോഴും പറയണ കാര്യം. നമ്മൾ ഈ 1-2 ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസൾട്ടും ഉണ്ടാവില്ല നമുക്ക്. അതിപ്പോൾ ഏത് പ്രൊഡക്റ്റാണ്. ഇപ്പോൾ സൺസ്ക്രീൻ തന്നെ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുന്ന സംഭവമാണ്. ഒരു ദിവസം സൺസ്ക്രീൻ ഇടാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ടാൻ ആയിട്ടുണ്ടാവും ഫേസിൽ. അപ്പം അങ്ങനെയും ഒരു മൈൻഡ് വേണം. കാരണം എൻ്റെ സ്കിൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരുന്നില്ല. പലരും എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് ഒരു കരിവാളിപ്പെന്നോ അല്ലെങ്കിൽ ഒരു ഡ്രൈ എന്നോ എന്ത് വേണേൽ പറയാം. കാര്യം ഞാനൊന്നും ഉപയോഗിക്കാത്ത ആളായിരുന്നു. ഇപ്പം മോയ്സ്ചറൈസറും സെറം, പ്രത്യേകിച്ച് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ഡെർമഡോക്കിൻ്റെ സെറം തന്നെ. കാര്യം ഞാനത് അത്രയും എൻ്റെ സ്റ്റാർട്ടിങ് പ്രൊഡക്റ്റ് മാമായർത്തായിരുന്നു. പിന്നെ വന്നത് കുറച്ച് പ്രൊഡക്റ്റുകൾ ഒന്നായിരുന്നു ഡെർമഡോക്ക്. അപ്പം നമുക്ക് ആദ്യം കിട്ടുന്ന സാധനത്തിനോട് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. ആ കമ്മിറ്റ്മെൻറ്റിൽ ഞാൻ ഈ തന്നെല്ലാം ഫുൾ, അതായത് അതിൻ്റെ മൊത്തം തീർന്ന് അതിനെ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരെ തോണ്ടിയെടുത്ത് തേച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഡെർമഡോക്കിൻ്റെ സെറക്കുപ്പി തീർന്നെന്ന് വിഷമിക്കുമ്പോൾ അടുത്ത മാസം പിന്നെയും ബ്രാൻഡ് അയച്ചു തരും, പിന്നെയും അയച്ചു തരും. അപ്പോൾ അതൊരു 3-4 ബോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് എൻ്റെ ആ ഒരു സ്കിൻ മാറി ഇത്തിരിയെങ്കിലും മെച്ചപ്പെട്ടൊരു സ്കിന്നാണ്. അതിന് ഞാൻ അവർക്ക് താങ്ക്സ് പറഞ്ഞേ പറ്റൂ. കാര്യം ഡെർമഡോക്ക് എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ നിന്ന്. അപ്പോൾ എത്ര നാൾ അത്യാവശ്യം നല്ല നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചപ്പോഴാണ് റിസൾട്ട് വന്നേക്കണേ. അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആ പൊടി ഈ പൊടി അത് തന്നെ ഇത് തന്നെ എല്ലാം പീൽ ഓഫ് മാസ്ക് ഇതൊക്കെ
ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണല്ലേ. എനിക്കറിയില്ല കേട്ടോ, ഇങ്ങനെ ഒരുപാട് ഉപയോഗിക്കുമ്പോൾ മുഖത്തിന് വന്ന ഇഷ്യൂസ് എനിക്കറിയില്ല. ദൈവം അനുഗ്രഹിച്ച് എൻ്റെ സ്കിൻ ആ ടൈപ്പ് അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഇതുവരെ അത് ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടില്ല. പക്ഷെ അത് ഞാൻ ഒരിക്കലും റെഫർ ചെയ്യില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മതിയെങ്കിൽ നിങ്ങൾ അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മൾ പലതും കാണിക്കും, പല പ്രൊഡക്ട്സും കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിനോടായിരിക്കും പേഴ്സണൽ ഇഷ്ടം. അപ്പം നിങ്ങൾ അത് മാത്രം ഉപയോഗിച്ചാൽ മതി. ചിലർക്ക് വേറെ ബ്രാൻഡായിരിക്കും, അപ്പം അതെടുത്ത് ഉപയോഗിക്കുക. ഞാൻ പക്ഷേ ഇതെല്ലാം തന്നെ യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിന് അങ്ങനത്തെ ഒരു അത് കുഞ്ഞില് തുടങ്ങി അത് എനിക്ക് അങ്ങനെ ഓയിൽ കഴിച്ചാൽ ഒരുപാട് അങ്ങനെ ചിലർക്ക് കുരുക്കൾ എൻ്റെ അല്ലെങ്കിൽ ഒരു ഡേറ്റ് വന്ന അപ്പോഴൊന്നും അങ്ങനെ കുരു വന്നൊരു സ്കിന്നല്ല എൻ്റെ. പിന്നെ വല്ലപ്പോഴും ഈ തൈറോയിഡൊക്കെ വന്നതിന് ശേഷം ഒരു ഉരുവൊക്കെ വരും ഡേറ്റ് ആവുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്തതാണ്ടോ. അല്ലാണ്ട് നമ്മൾ ഒരിക്കലും സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചിട്ട് നമുക്കൊന്നും കിട്ടണ്ട. അങ്ങനെ കിട്ടാനാണെങ്കിൽ നമുക്കൊരു ഇൻഫ്ലുവൻസറിന് ഒരു മാസം മിനിമം ഒരു 5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ പറ്റിച്ചിട്ടാണെങ്കിൽ. ചില മാസങ്ങളിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന എൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ 17,000 20,000 രൂപയൊക്കെ. അത് കുറവാന്നല്ല ഒരിക്കലും ഞാൻ പറയണത്. പക്ഷെ നമുക്കൊരു ധാരണയുണ്ട് 25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഭയങ്കര ലക്ഷങ്ങളും കോടികളൊക്കെ ആയിരിക്കും കിട്ടണവരുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടണ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സീരീസ് തുടങ്ങുമ്പോൾ നമുക്ക് ലാഭമുണ്ട്. കാരണം അത്രയും വ്യൂസും അത്രയും ഇത് ട്രെൻഡിങ്ങിലൊക്കെ വന്നേല്ലേ, അപ്പം നമുക്ക് പൈസ കിട്ടും. പക്ഷെ അതിനുള്ള മുടക്കുകളും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞു, ഇത്രയും നമുക്ക് മുടക്ക് വന്നിട്ടുണ്ട്, അപ്പോഴും നഷ്ടമല്ലേ നമുക്ക് വരുന്നത്. പക്ഷെ അത് ടാലി ആവണമെങ്കിൽ ഇതേപോലെ പ്രൊമോഷൻസ് തന്നെ. അപ്പോൾ അത് ക്ലിയർ. അതൊരിക്കലും നിങ്ങളെ പറ്റിച്ചുകൊണ്ടല്ല, അത് എന്നെ അറിയാവുന്നവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഓർക്കണം. ഇത് ഇന്ന് വരെ പക്ഷെ പ്രൊമോഷൻ ചെയ്യണത് നമ്മുടെ ഒരു വർക്കും കൂടിയാണ്. നമുക്ക് അതിൽ നിന്ന് ബ്രാൻഡ് പൈസയും തരുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് തന്നെ. അപ്പം അത് വേണ്ടാന്ന് വെക്കാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നാളെ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും പറ്റി ഞാൻ പോയാലും യൂട്യൂബ് അപ്പോഴും അവിടെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നാളെ ഞാൻ എന്ത് നേടിയെന്ന് ചോദിക്കുമ്പോൾ ശരിയാണല്ലോ, ഒരു 10 പൈസയുടെ ഒന്നും ഉണ്ടാക്കിയില്ല, ഇത്രയും പ്രായവുമായി എന്നൊരു സംഭവം നമുക്ക് വരരുത്. ഇൻസ്റ്റയിൽ നിന്ന് എനിക്കിപ്പോൾ അത് വരുന്നുണ്ട്. മര്യാദയ്ക്ക് ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും എനിക്ക് അത് കിട്ടിയാലെന്നുള്ളൊരു ഇത് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ. അപ്പോൾ നമ്മുടെ ജോലി ഇപ്പം ഇതാണ് നമ്മുടെ ചിലർ കമൻസ് ചോദിക്കും, നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലെന്ന്. ഇല്ല, ഇതാണ് നമ്മുടെ പണി. ഇതൊരു ചെറിയ പണിയല്ല കേട്ടോ. ഒരു മിനിറ്റിന്റെ വീഡിയോ എടുത്ത് അതിന്റെ കണ്ടന്റ് ആലോചിച്ച് എഴുതി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്രയും കഷ്ടപ്പാട് ഇവർ ഇതിന്റെ പിന്നിൽ പെടണുണ്ടോന്ന്. അത്രയും പാടാണ്. പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ കണ്ടന്റ്സ് ഉണ്ടാക്കുന്ന ഒരാളായത് കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കണം, സ്വന്തമായിട്ട് എഴുതണം, ഇതിൻ്റെയൊക്കെ എഡിറ്റിംഗ് ഞാൻ തന്നെ. എൻ്റെ ചാനലിൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് ഭയങ്കര പാടാണ്. അത് നിസ്സാര പണിയല്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പണികളുടെയൊക്കെ കഷ്ടപ്പാട് തന്നെ ഇതിനുണ്ട്. അപ്പോൾ അത് കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കുക, ഇതും ഒരു പണിയാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജോബ് കാറ്റഗറിയിലുള്ള സംഭവമാണ്. അത് നല്ല വരുമാനം, കഷ്ടപ്പെട്ട അതനുസരിച്ചുള്ള വരുമാനം കിട്ടും. വീഡിയോ ഇട്ടില്ലെങ്കിൽ പൈസയില്ല, വീഡിയോ ഇട്ടാൽ പൈസയുണ്ട്, അതേപോലത്തെ സംഭവം. അപ്പോൾ നമുക്കിനി ഇപ്പം തന്നെ സമയം ലേറ്റ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് ഓരോന്ന് പർച്ചേസ് ചെയ്ത് ആ സംഭവമൊക്കെ സെറ്റാക്കണ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും എന്നെ സ്നേഹിക്കുന്നവർ, കാര്യം എന്തിനും കുറ്റം ഉണ്ടാകും, എന്തിനും. ഇപ്പം ഇപ്പം എന്നെ ബിഗ് ബോസിലേക്ക് എല്ലാ സീസണിലും വിളിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പോകാണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എനിക്ക് കുറ്റം ഉണ്ടാവും. ഇപ്പം ഞാൻ വെറുതെ അവിടെ നിന്നെന്ന് ഓർത്തു. അപ്പോൾ പറയാം വാഴ, ഇതിന് റീൽസ് കളിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഇതിന് അഭിനയിക്കാൻ മാത്രമേ കുറച്ച് ചൊടി ഉണ്ടാവുള്ളൂ, അല്ലാത്തപ്പോൾ ഇതൊരു വാഴയാണ്, ഇതിനേക്ക് എന്തിനാ അതിൽ കൊണ്ടുവന്നെന്ന് ചോദിക്കും. എന്തെങ്കിലും ഞാൻ പ്രതികരിച്ചു പോയെന്ന് ഓർത്തു. അപ്പോൾ അവർ പറയും ഇതപ്പോൾ ഇത്രയും പ്രതികരിക്കുമായിരുന്നല്ലേ. പിന്നെ മനുഷ്യന്മാരാണ്, ഞാനൊരു പാവമാണ്. ചിലവരെൻ്റെ കമൻസിൽ വന്ന് ഏതോ ഒരു ഇൻ്റർവ്യൂ നന്മമരം ഞാൻ നന്മമരമാണെന്നോ പാവമാണെന്നോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അത്ര പാവമായിട്ട് ഒരു മനുഷ്യൻ അങ്ങനെ പാവങ്ങളായിരിക്കില്ല. നമുക്ക് ചിലവർക്ക് ക്ഷമ കുറച്ച് കൂടുതലായിരിക്കും. എനിക്ക് ക്ഷമ ഇച്ചിരി കൂടുതലുള്ളൊരു കാറ്റഗറിയാണ്. പക്ഷെ ആ ക്ഷമ വിട്ട് കഴിഞ്ഞാലുള്ള, ഞാൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രീമായിട്ട് ഞാൻ പൊട്ടിത്തെറിക്കും. കാരണം ഞാൻ 100 ക്ഷമിക്കും. പക്ഷെ എൻ്റെ 101ാമത്തെ ആ ക്ഷമയുടെ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കരച്ചിലും ഒച്ചയും വയലൻസും, ഞാൻ വേറൊരാളെയായി മാറും. അത് അധികം ഇതുവരെ ദൈവം സഹായിച്ച് പുറത്ത് കാണിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. നന്മമരവുമല്ല പാവവുമല്ല, ആരും എന്നെ കണ്ട് മാതൃകയാക്കണമെന്ന്. എന്നിന് വല്ല നന്മയുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. തിന്മയൊക്കെ അപ്പം തന്നെ ആ പുള്ളിക്കാരിൽ ഇത്ര ഇതുണ്ട്, അത് നമ്മൾ ജന്മം ചെയ്താൽ മൈൻഡ് ചെയ്യേണ്ടെന്ന് ഓർത്താൽ മതി. അങ്ങനെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് ഇങ്ങനെ വിളിക്കേണ്ട. അപ്പം ഞാൻ അവിടെ ചെന്നതിന് അപ്പോൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ പറയും അത് ഇത്ര അഹങ്കാരിയായിരുന്നല്ലോ, ഇപ്പോൾ വീഡിയോയിലൊക്കെ എന്താ അത് മൊത്തം അഭിനയമാണല്ലോ എന്ന് പറയും. ഇനിയിപ്പോൾ കരഞ്ഞാൽ പറയും കരച്ചിൽ റാണി വന്ന് നാടകം അത് ഇത്, ദേഷ്യപ്പെട്ടാൽ അങ്ങനെ പറയും. ഇനി ഇതിപ്പോൾ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ആരെങ്കിലും തല്ലുപിടിക്കുന്നുണ്ട്, ഇപ്പോൾ സമാധാനപ്പെടുത്താൻ പോയാൽ പറയും നന്മമരം കളിക്കുന്നുണ്ട്, പുള്ളിക്കാരി തുടങ്ങി നന്മമരം അവിടെ സഹിക്കാം. അപ്പം എനിക്ക് അതായത് നമ്മൾ എന്ത് ചെയ്താലും സ്നേഹിക്കുന്നവർക്ക് എന്നും സ്നേഹം ഉണ്ടാവും, അല്ലാത്തവർ ആ നന്മയെ പോലും കുറ്റം കണ്ടുപിടിക്കുമെന്ന് എനിക്ക് പിടികിട്ടി. അപ്പോൾ കുറ്റമില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും കുറ്റമുണ്ട്. എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ കുറ്റങ്ങളുണ്ട്. അത് തമ്മിൽ തകർത്തും തല്ലുപിടിച്ചും തീർത്തും കുറ്റം പറഞ്ഞു അത് ചെയ്ത് നെഗറ്റീവുകൾ സൃഷ്ടിക്കാന്നല്ലാണ്ട് അപ്പോഴും മറ്റവർ വളർന്നുകൊണ്ടേ ഇരിക്കാനുണ്ടായി പറയണവർ നെഗറ്റീവും പറഞ്ഞ് അവരുടെ ടൈമും എനർജിയും എഫേർട്ടും ക്രിയേറ്റിവിറ്റിയും. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടണമെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഉണ്ട്. ആ ബുദ്ധി പോസിറ്റീവ് കാര്യത്തിൽ ഉപയോഗിച്ച് അവർക്ക് നാളെ കൊണ്ട് ഗുണം കിട്ടും. അങ്ങനെ കുറേ
കാര്യങ്ങളൊക്കെ ഞാനിതിങ്ങനെ കുറേ കേട്ടും പറഞ്ഞും വന്നുകൊണ്ടൊന്നൊക്കെ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ ബിഗ് ബോസ് ഞാൻ പോവാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാര്യം എന്ത് ചെയ്താലും നമുക്ക് നെഗറ്റീവേ കിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിൽ പോകാണ്ടിരിക്കുന്നതാണല്ലോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത്രയും പോസിറ്റീവ് ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അഡ്മിറ്റ് ചെയ്യണം. പക്ഷെ എനിക്കറിയാം ഞാനതിൽ പോയി എന്നെ മനസ്സിലാക്കുന്ന കുറേ പേരുണ്ടാകും. എന്നാൽ പോലും എനിക്ക് അതിനുള്ള മീൻസ് ചെയ്യാത്ത കാര്യത്തിന് പോലും നെഗറ്റീവ് കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്നാൽ പിന്നെ തൽക്കാലം ഒന്നും വേണ്ടാന്ന് പറയുന്നത്. അത് നന്മമരായിട്ടൊന്നും അല്ലട്ടോ, എനിക്ക് താല്പര്യമില്ല. വെറുതെ നമ്മൾ ഒരാളുടെ സംസാര വിഷയം ആവാൻ പോയി നിന്ന് കൊടുക്കണം എന്തിനാന്ന് ഓർത്തിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ലാസ്റ്റിലും വിളിച്ചായിരുന്നു. പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഇതുവരെ കേട്ടോ ഇതുവരെ പോകണ്ടെന്നാണ്. നാളെ ഇനിയിപ്പോൾ അതിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ തീരുമാനം മാറ്റി ചിലപ്പോൾ പോവായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും ഞാൻ ഇല്ല ഉണ്ട് എന്ന് കറക്റ്റായിട്ട് പറയാനുള്ള കാര്യം മനുഷ്യനാണ്. എപ്പോൾ വേണേ എൻ്റെ ആഗ്രഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരേ സ്വഭാവത്തിൽ ജീവിച്ച് മരിക്കാനാണ്. എന്നാലും മനുഷ്യനാണ്. സാഹചര്യങ്ങൾ വരുമ്പോൾ മാറും, മറക്കും. അപ്പം നിലപാട് മാറ്റിയ ഒരാളായിട്ട് ഇരിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് പോവാം. അമ്മച്ചിയോടെ വിളിച്ചേ തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മൾ കർട്ടൻസ് നോക്കാനാണ് പോയിട്ടോ, ആ വർക്ക് സ്പേസിലേക്കുള്ള. അതിന് മാച്ച് ആയിട്ടുള്ളൊരു മീൻസ് അത് ഗ്രീൻ വാളാണ്. അപ്പോൾ അതിന് ഞാനൊരു ഐവറി അല്ലെങ്കിൽ ഒരു ക്രീം ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രീനിൽ തന്നെ വർക്ക് വരുന്നത് അല്ലെങ്കിൽ ബ്ലാക്കിൽ വർക്ക് വരുന്നത്, അങ്ങനെ കുറേ പ്ലാൻ വെച്ചാണ് പോയത്. പക്ഷേ ആദ്യം ചെന്ന കടയിൽ എനിക്ക് അത്രയും ഒരു മൈൻഡിന് ഓക്കെ ആയിട്ടുള്ള ഒന്നും കിട്ടിയില്ല. പിന്നെ അപ്പം അമ്മച്ചിക്ക് ആശുപത്രി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആൾക്ക് കുറച്ച് കാലുവേനയും മുട്ടുവേനയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആശുപത്രി പോയി. അതിന് ശേഷം കെയാൻജി പോയി. ഇത് പപ്പയുടെ സ്ഥിരം കടയാണ്. ഇത് ആക്ച്വലി ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. ഇവിടെ ഇഷ്ടം പോലെ കളക്ഷനാണ് കേട്ടോ. ഒരുപാട് ഇത് റെഡിമെയ്ഡ് പീസ് ഉണ്ടാവില്ല, നമ്മൾ തുണി എടുത്തിട്ട് തയ്ക്കണം. പപ്പ കർട്ടൻ അപ്പോഴ്സറി എല്ലാ വർക്കും ചെയ്യും. അതിൻ്റെ പല മോഡൽസും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നീട് ഒരേജായപ്പോൾ അത് നിർത്തിയതാണ്. അപ്പോൾ അമ്മച്ചിയും കർട്ടൻസ് തയ്ക്കും. അങ്ങനെ ഞങ്ങൾ ഓർത്തെന്നാൽ പിന്നെ തുണി വാങ്ങിച്ചിട്ട് പപ്പേനെ കൊണ്ട് തയ്പ്പിക്കുക എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. കുറേ വൈഡ് കളക്ഷൻ ആണെന്ന് പറഞ്ഞാൽ അത്രയും സാധനങ്ങൾ വളരെ റീസണബിൾ പ്രൈസാണ് കേട്ടോ. ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 60 മീറ്ററോളം തുണി വാങ്ങിയിട്ട് എനിക്ക് 4000 രൂപയെ വന്നുള്ളൂ. നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തുണി. എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ തയ്യൽ കൂലി എക്സ്ട്രാ വരും. കാര്യം പറഞ്ഞു, ഇവിടെ റെഡിമെയ്ഡ് ഇല്ല, നമ്മളിത് മേടിച്ചിട്ട് പുറത്ത് തയ്പ്പിക്കണം. പിന്നെ അത് ഈ ഒരു പുതപ്പും വാങ്ങി, നല്ല സോഫ്റ്റാണത്. പിന്നെ അതിന് ശേഷം അവർക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഫേസ്ബുക്കിലെ 19,500 രൂപ എടുക്കാൻ വേണ്ടി പോയി. ദൈവത്തിന് ഒരുപാട് നന്ദി, കഴിവ് തന്നതിന്. അതൊക്കെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയാണ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടീവ് സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. എല്ലാവരും മാക്സിമം യൂസ് ചെയ്ത് ഇതിന്നൊക്കെ പൈസ ഉണ്ടാക്കാം കേട്ടോ. അത്രയും ഞാൻ പറയുള്ളൂ. എല്ലാവരും സന്തോഷിക്കണം, എല്ലാവർക്കും പൈസ കിട്ടണം. അങ്ങനെ ഒരു അപ്പോഴല്ലേ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആകാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം നമ്മൾ ലൈറ്റിൻ്റെ ഈ ഒരു ഷോപ്പിൽ പോയിട്ട് ഇത് കണ്ടപ്പോൾ എനിക്കായിട്ട് CID മ്യൂസിൽ ബിന്ദു പണിക്കർ പറഞ്ഞാൽ ഞാനിതിപ്പോൾ എന്തൊക്കെയാണ് ചേട്ടൻ എടുക്കുക, ഈശ്വര മിക്സി TV ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് കണ്ട എല്ലാം നമുക്കങ്ങ് വാരി എടുക്കാൻ തോന്നുന്നു. അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇത് പുതിയതായിട്ടൊക്കെ ഒരു വീഡിയോ വയ്ക്കണവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കളക്ഷൻസ് കാണാൻ പറ്റും. നമുക്ക് ആർത്തി പരീക്ഷണത്തിൽ എന്തൊക്കെ എടുക്കണം. ഈ ലൈറ്റിനോടൊക്കെ ഇഷ്ടമുള്ളവരോട്ടെ. എനിക്ക് ഈ ബോട്ടിൽ ലൈറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു 51,000 1,00,000 എത്രയാണിത്. പക്ഷെ ഭയങ്കര വലിയ ലൈറ്റ്, നമ്മുടെ വീട്ടിൽ വെക്കണതല്ല, അല്ലെങ്കിൽ 2 റൂഫൊക്കെ വിട്ട് വാർത്ത വെക്കണ അവർക്കൊക്കെ പറ്റിയതായിരിക്കും. അതിനുശേഷം സ്വിച്ചിൻ്റെ കടയിൽ പോയി. ഇതിനാണ് ഞാൻ ഉദ്ദേശിച്ചെങ്കിലും കുറച്ച് റേറ്റ് കൂടി. ഇതെല്ലാം വാങ്ങിച്ചു വന്നപ്പോൾ 11,000 രൂപയായി. സ്വിച്ചൊക്കെ പിന്നെ വളരെ ഏറ്റവും റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ എടുത്തേക്കുന്നത്. ഫാൻ അത്യാവശ്യം നല്ലതാണ് എടുത്തത്. കാര്യം ഇതൊക്കെ അവിടെ വെക്കുന്നതാണല്ലോ. മീൻസ് എനിക്കത് കുറച്ചും കൂടി ഭംഗിയായിട്ടിരിക്കണം എന്ന് എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ട് ഇത് ആക്ച്വലി ഒരു വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം നീറ്റായിട്ട് ഇരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ചെയ്യുന്നത്. അതിന് ശേഷം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ആ വാളയും കൊണ്ട് വരണം എന്നായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ ചേച്ചിക്ക് വയ്യായിരുന്നു. അതുകൊണ്ട് ചേച്ചിയും ചേട്ടനും അവിടെ ആയിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് പോയി പാവങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്നാൽ അവർക്ക് നമ്മളവിടെ നിൽക്കണം, അതവർക്ക് നിർബന്ധമാണ്. പിടിച്ച് നിർത്താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ നിന്നില്ലാരും വീട്ടിൽ വേറെ പരിപാടികളുണ്ടല്ലോ. ചേച്ചിക്കാണെങ്കിൽ അമ്മച്ചിനെ അപ്പം കണ്ടാൽ പ്രഷർ നോക്കണം. അമ്മച്ചിക്ക് പ്രഷർ കുറച്ച് കൂടുതലുള്ള ആളാണ്. ചേച്ചിക്കാണെങ്കിൽ നേരെ തിരിച്ചും പ്രഷർ ഭയങ്കര കുറവുള്ള ഒരാളാണ്. ആ പ്രശ്നവും ആൾക്ക് ഉണ്ടായിരുന്നു അസുഖത്തിൻ്റെ ഇതായിട്ട്. അങ്ങനെ എല്ലാം നോക്കി രണ്ടുപേരുടെ അത്യാവശ്യം നോർമലായിരുന്നു. ചേച്ചിയുടെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു നോക്കി കഴിഞ്ഞപ്പോൾ പറയാനുണ്ടായിരുന്നു. പിന്നെ ചേച്ചീനും ചേട്ടനും കൊണ്ട് ഇറങ്ങുന്ന ദിവസം യൂട്യൂബിൻ്റെ പൈസ കിട്ടിയല്ലോ, നമുക്ക് ചിലവ് ചെയ്യണ്ടേ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ മുമ്പ് ഓർഡർ ചെയ്ത വാൾ സ്റ്റിക്കർ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഇതിന് 152 രൂപ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒട്ടിക്കണതും ആ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ വ്ളോഗായിട്ട് തന്നെ ഇടുന്നതാണ് കേട്ടോ. ഇത് പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ശീലമുണ്ട്. പപ്പ എന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കണക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്വഭാവം കുഞ്ഞിലെ തുടങ്ങി എനിക്കും ചേച്ചിക്കൊക്കെ ഉണ്ട്. എന്ത് കഴിഞ്ഞിട്ട് വന്നാലും വണ്ണം കറക്റ്റ് ബുക്കിൽ അതിൻ്റെ കണക്ക് എഴുതി വെക്കുക, എത്ര രൂപ നമുക്ക് മുടങ്ങി, എന്തൊക്കെയാണ് അതിൽ വാങ്ങിച്ചതെന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വ്ളോഗിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി താങ്ക് യു സോ മച്ച്.